തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ കാട്ടുപന്നി വേട്ട മുടങ്ങിയ സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് നിലപാടിനെതിരെ LDF രംഗത്തെത്തി. ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ തികഞ്ഞ അനാസ്ഥ മൂലമാണ് വേട്ട നടക്കാത്തതെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത് സർക്കാരിനെതിരെ തിരിക്കാനാണ് പ്രസിഡന്റിന്റെയും ഭരണസമിതിയുടെയും ലക്ഷ്യമെന്നും CPIM ലോക്കൽ സെക്രട്ടറി ഗണേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫിറോസ് ഖാൻ, പഞ്ചായത്ത് അംഗം S ജയപ്രസാദ് എന്നിവർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എംപാനൽ ഷൂട്ടർമാരുടെ തോക്കുകൾ പോലീസ് സ്റ്റേഷനിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ ബുധനാഴ്ച നടത്താനിരുന്ന കാട്ടുപന്നിവേട്ട മുടങ്ങിയെന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിതിൻ പല്ലാട്ടിൻ്റെ നിലപാടിനെതിരെയാണ് ഇടതുമുന്നണി രംഗത്തെത്തിയത്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തികഞ്ഞ അനാസ്ഥ മൂലമാണ് വേട്ട നടക്കാത്തതെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത് സർക്കാരിനെതിരെ തിരിക്കാനാണ് പ്രസിഡന്റിൻ്റെയും ഭരണസമിതിയുടെയും ലക്ഷ്യമെന്നും CPM ലോക്കൽ സെക്രട്ടറി C ഗണേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫിറോസ് ഖാൻ, പഞ്ചായത്ത് അംഗം S ജയപ്രസാദ് എന്നിവർ പറഞ്ഞു. ഇങ്ങനെ ഒരു കാട്ടുപന്നിവേട്ട നടക്കുന്നത് ബന്ധപ്പെട്ട അധികൃതരാരും അറിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ MLAയുടെ സാന്നിധ്യത്തിൽ കലക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ തോക്കുകൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞത് സാങ്കേതിക നടപടി മാത്രമാണെന്നും കലക്ടറെ സമീപിച്ചാൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതുവരെ കാട്ടുപന്നിവേട്ടയ്ക്ക് അനുമതി ലഭിക്കുമെന്നും അവർ അറിയിച്ചു. ഇനിയും കാട്ടുപന്നിവേട്ടയ്ക്ക് അവസരമുണ്ടെന്നും അത് ഉപയോഗപ്പെടുത്തണമെന്നും ഇടതു നേതാക്കൾ പറഞ്ഞു. നമ്മൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് വിജ്ഞാപനം വന്നിട്ടില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയും ഇന്ന സമയങ്ങളായിരിക്കും തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നൊരുക്കം എന്ന നിലയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തോക്ക് ചാരാൻ വേണ്ടി പറയും. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവമ്പാടിയിലും ഇരുപത്തിലി വരെ തോക്ക് ചാരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. തിരുവമ്പാടി പഞ്ചായത്ത് ഇതേ രൂപത്തിലേക്കൊരു പകൽ പന്നിവേട്ട എന്ന രൂപത്തിൽ ഈ പരിപാടി ആസൂത്രണം ചെയ്തത് ഡിപ്പാർട്ട്മെൻറ്റിൽ ആർക്കും അറിയുന്നതല്ല. അങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരെല്ലാം തന്നെ പെർമിഷൻ കൊടുക്കുമായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും അതുപോലെ കളക്ടറോടും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുള്ള അനുവാദം കൊടുക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം വരുന്നത് വരെ. മലയോര മേഖലയിൽ വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായ പഞ്ചായത്തുകളിലൊന്നായ തിരുവമ്പാടിയിൽ പഞ്ചായത്ത് അധികൃതർ രാഷ്ട്രീയം മാറ്റിവെച്ച് കർഷകർക്കൊപ്പം നിലകൊള്ളണമെന്നും LDF നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പകൽ സമയത്ത് പോലും അങ്ങാടിയിൽ കാട്ടുപന്നി ആക്രമണമുണ്ടായ പഞ്ചായത്താണ് തിരുവമ്പാടി. കാട്ടുപന്നി വേട്ടയ്ക്കായി 40ഓളം എംപാനൽ ഷൂട്ടർമാരെയും 20ഓളം വേട്ടനായ്ക്കളെയും പഞ്ചായത്ത് തയ്യാറാക്കിയിരുന്നു. വന്യമൃഗശല്യം ഏറെയുള്ള തിരുവമ്പാടി പഞ്ചായത്തിലെ കൊടക്കാട്ടുപാറ, ഉറുമി, പൊന്നാങ്കയം, പുന്നക്കൽ, ഒറ്റപ്പൊയിൽ, പുല്ലൂരമ്പാറ തുടങ്ങിയ 8 വാർഡുകളിലാണ് നായാട്ട് നടത്താൻ നിശ്ചയിച്ചിരുന്നത്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.